വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് റൂട്ടീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ രാവിലെ തന്നെ എൻ്റെ ഒപ്പം റിസ്വാൻ എപ്പോഴും എഴുന്നേറ്റ് വരുന്നതാണ്. ഇന്ന് എന്താണെന്നറിയില്ല, മറ്റേ ക്യാമറയൊക്കെ വലിച്ച് വെച്ച് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് വാശിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങലാണ് കേട്ടോ. പുറത്ത് നല്ല കോട ഉണ്ടായിന്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്ത് പോയത്. ഇപ്പം മഴയൊന്നും പാറുന്നില്ല കേട്ടോ. ഇപ്പൊ കോട ഇങ്ങനെ കയറി വരുന്നതിന് കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കോട ഉണ്ടാവും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഉള്ള ആ വ്യൂ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അവിടെ പോയതിന് ശേഷമുള്ള ബാക്കി വീഡിയോസിലൊക്കെ കാണിക്കാം. പിന്നെ എന്താ, ഞാൻ റിസ്വാനും ഫോട്ടോ എടുക്കാൻ പുറത്തിറങ്ങിയതാണ്. ആ ഒച്ചക്കെട്ടിനൂറ് ഓടി വരുന്നുണ്ട്. പിന്നെ ഓളയും കാണിക്കണം എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് വാശി പിടിക്കലാണ് കേട്ടോ. പിന്നെ ഫോണൊക്കെ വലിച്ച് ഓളയും എന്നാ കാണിച്ചേക്കാം. ഇതല്ലേ ഇന്ന് മദ്രസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓള് ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കും എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കൂലിപ്പണിക്കാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇക്കുന്ന പണിയൊന്നും പോയിട്ടില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വയ്യ ആക്കാന്ന് വിചാരിച്ചിരുന്നു. പുട്ടും കടല കേട്ടോ. എല്ലാം ഷോർട്സിലല്ലേ കാണിക്കുന്നത്. ഞാൻ ഫുൾ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ രാവിലെ ഇങ്ങനത്തെ യുദ്ധമൊക്കെ ഇടക്കിടക്ക് നടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും മഴ പാറാൻ തുടങ്ങി. പിന്നെ ഇന്നലെ തന്നെ ഞാൻ കടലൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ടാ. നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇത്രയും മതിയാന്ന് ചോദിച്ചാൽ അത് മതി. നമ്മൾ 3 ആളല്ലേ, 100 അങ്ങനെ അധികം കറിയൊന്നും കൂട്ടൂല. എനിക്ക് കേക്കും കൂടിയിട്ടല്ലേ. പിന്നെ ഉള്ള തക്കാളി ഇതാ എടുത്ത് മുറിക്കുന്നു. നാളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേന്ന് തീരുമാനിച്ചാൽ രാവിലെ എഴുന്നേറ്റ് വേഗം പണി തീരും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. ഇന്നലെ തന്നെ വിചാരിച്ച് എന്നാൽ പുട്ടും കടലയാക്കാന്ന് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ കടല കുതിർത്തി വെച്ച്. പിന്നെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വയ്യ എഴുന്നേറ്റാലും സാരമില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് പുട്ടാക്കാന്ന് തീരുമാനിച്ചിട്ടാ. എല്ലാവർക്കും നമ്മുടെ കറിക്ക് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം മുറിച്ച് വെച്ചിട്ട് തേങ്ങ തിരിയുന്നുണ്ടാ. അപ്പോഴൊക്കെ വേഗം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ബാക്കി നമുക്ക് ചെറുപറ ആയിക്കോളുമല്ലോ. പിന്നെ നമ്മളെ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കറി വെക്കൽ. വറുക്കലൊന്നുമില്ല, അങ്ങനെ തന്നെ പച്ചക്കിട്ട് അരച്ചിട്ട് അതിനകത്ത് ഒഴിക്കൽ തന്നെ. ആദ്യം തന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ പണിയൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ വേഗം ആകും കേട്ടോ. എന്തിനാ ഇങ്ങനെ ആക്കുന്ന വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ റിസോം വരും. പിന്നെ അരക്കലും പിടിക്കലൊന്നും വിടൂല. അതിന് മുമ്പ് ഇങ്ങനത്തെയൊക്കെ റെഡിയാക്കിയാൽ പിന്നെ അടുപ്പത്ത് വെച്ചല്ലേ വരുള്ളൂ. അതിന് അടുപ്പത്ത് വെച്ചിട്ടെങ്കിൽ നമുക്ക് പണി തീർക്കാമല്ലോ. പിന്നെ ഇതാ കുറച്ച് മല്ലിയും എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുത്തിട്ട് 2 പച്ചമുളക് ഇടുന്നതുകൊണ്ട്. പിന്നെ നൂറൊക്കെ അധികം എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ എരിവ് കുറക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട്. ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താൽ കുറച്ച് റീച്ച് ആവുമെന്ന് എല്ലാവരും പറയുന്നത്. പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്ത് സഹകരിക്കണേ. പിന്നെ നമ്മൾ അകത്ത് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിനകത്ത് ഇട്ടേക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അത് വീഡിയോൻ്റെ ഉപ്പ് ഇട്ടിട്ടില്ല. അന്നേരം റിസോം വന്ന് പിന്നെ ഓനെ എടുത്തിട്ട് അങ്ങോട്ട് പോയതാട്ടോ. പിന്നെ അത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്. മഴയായതുകൊണ്ട് കരിവേപ്പിലൊക്കെ എന്തോ ഒരു അതുപോലെയുള്ള കേട്ടോ, ഒരു കറുത്ത കളറായിരുന്നു തോന്നുന്നു. പിന്നെ അത് കുക്കറിലാക്കി വെച്ച് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള പരിപാടി. ഇതാ വന്ന് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഇടക്കിടക്ക് വരും കേട്ടോ. ഇപ്പം അതിൻ്റെ കമ്പി അടിച്ചതുകൊണ്ടൊന്നും മൂത്രം ഉള്ളിൽ വരുന്നില്ല, അല്ലെങ്കിൽ എല്ലാം വലിച്ചിടും. അല്ലെങ്കിൽ ഇത്രയും സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കറിയും പാത്രവും എല്ലായിടത്തും ഓന് വലിച്ച് താഴെയിട്ട് നിരത്തി വെക്കും. ഇതിന് കറി വയ്ക്കലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ ഇവിടെ കമ്പി അടിച്ചതിന്. പിന്നെ ക്യാമറയ്ക്ക് ഇടക്കിടക്ക് വലിച്ചിടലുണ്ട്. എനിക്ക് 8ൻ്റെ പണി തരത്തുമുണ്ട്. പിന്നെ ഞാൻ പുട്ടുപൊടി പുറത്തുനിന്ന് കേട്ടോ മേടിക്കുന്നത്. ആകെ 2 ആളല്ലേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പൊടിപ്പിക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് മേടിക്കും 1 കിലോയുടെ. പിന്നെ പ്രത്യേകിച്ച് ഏത് പൊടിയാന്നൊക്കെ ചോദിക്കറേ. നമ്മൾ എന്ത് കിട്ടിയാലും ഒന്ന് വെക്കൽ തന്നെ. പിന്നെ അത് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ എന്താ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുന്നത് കേട്ടോ. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. ഇതൊരു 5 മിനിറ്റ് ഒക്കെ വെക്കണമെന്ന് എല്ലാവരും പറയും. പക്ഷെ അത്രയും സമയമൊന്നും വേണ്ട. നല്ല പുട്ടുപൊടി കേട്ടോ. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. എനിക്ക് അതൊക്കെ ഒന്നും അറിയില്ല. നമ്മൾ കൈപ്പൊക്കെ ഒന്നും അറിയില്ലേ, അതുപോലെ തന്നെ വെച്ച് നോക്കും. പിന്നെ അളവൊക്കെ എടുത്തിട്ട് ആരെയാ ഭക്ഷണം വെക്കൽ. വീട്ടിൽ വെക്കുന്ന അമ്മമാർക്കൊന്നും അറിയാലോ, പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പിന്നെ എന്താ നമ്മുടെ പൊടി ഇതാ ഈ ലെവലിലായിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിച്ചതിന് ഇറക്കലാണ് കേട്ടോ. ഇതുപോലെ തന്നെയല്ലേ എൻ്റെ ഷോർട്സിൽ എപ്പോഴും കാണുക. ഇതുപോലെ തന്നെ കേട്ടോ. ഇതിലെ 1 2 വീഡിയോ എടുത്ത് ഷോർട്സ് ഇടും. പിന്നെ ലോങ് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടൂല. അതുപോലെ ഇപ്പോൾ കുറച്ച് വിടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ലോങ് വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ നോക്കുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ആവശ്യമുള്ള തേങ്ങ അത് പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടി തേങ്ങ വേണ്ടേ. തേങ്ങ നല്ല രസമാണ് കേട്ടോ. പുട്ടിനകത്തിടുന്ന തേങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അത് അടുപ്പത്ത് വെച്ച് ഒരു കുക്കർ ഇതാ 2 3 വിസിൽ വന്ന് അത്രയേ വേണ്ടു. പിന്നെ അത് ഓഫാക്കി
പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ കടുകിട്ട് കാച്ചൂല, അങ്ങനെ കാച്ചിയാലും ശരി. ചിലപ്പോൾ ഉള്ളി മറ്റേ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒഴിച്ചാൽ ശരി കേട്ടോ. ഒരാളുടെ ടേസ്റ്റ് അങ്ങനെയല്ലേ. എനിക്കങ്ങനെ വെളുത്തുള്ളി മൂപ്പിക്കുന്ന ഒരു സ്മെല്ലല്ലേ, എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് കടുകിട്ടാൽ മൂപ്പിക്കൽ. പിന്നെ നമ്മുടെ പുട്ടായിട്ടുണ്ട്. നല്ല ചൂട് പുട്ടും പുറത്ത് നല്ല മഴ കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത കുട്ടി ഇടുമ്പോഴല്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ, അതിന് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചിട്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. മുകളിലത്തെ ഒരു മാവൊക്കെ ഒന്ന് ഉണങ്ങിയതുപോലെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പുട്ടും കടലയായി. നമ്മൾ കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കഴിക്കുന്ന ഒരു പ്രത്യേക വൈബല്ലേ. പിന്നെ നേരത്തെ കറിയൊക്കെ ഒഴിച്ച് വെക്കുക കേട്ടോ. പുട്ടിനകത്തൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ട് അന്നേരം കഴിക്കുമ്പോഴത്തേക്കുള്ള ടേസ്റ്റിനെക്കാട്ടിലും കുറച്ച് ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം കറിക്കകത്ത് പുട്ട് കുതിർന്നിട്ട് കഴിക്കുന്നത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി അങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഒന്ന് കഴിച്ച് നോക്കണേ. നല്ല ചൂട് പുട്ടും ചൂട് കടലക്കറി. നമ്മുടെ കറിക്ക് എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാം കടിച്ച് പൊളിക്കലാണ്. പിന്നെ എപ്പോഴും ഒന്നിച്ചിരുത്തി കഴിക്കാൻ ഒരു പ്രത്യേക ഇതല്ലേ. നമ്മൾ മാക്സിമം എല്ലാവരും ഒന്നിച്ചാട്ടാ ഇന്ന് കഴിക്കൽ. റിസ്വാൻ ഒഴികെ. റിസ്വാനും പിന്നെ വേണ്ടല്ലോ, അതിൽ 1-2 വായി കഴിക്കും, പിന്നെ അതിൽ പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓനെ കണക്കിൽ കൂട്ടുന്നില്ല. നല്ല ചൂട് കട്ടനും പുട്ടും കടലയും കറിയും കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കലാണ്. ഇന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആർക്ക് എന്താ ഇഷ്ടം ഇഷ്ടമില്ല എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടിയിട്ടാണ്. പിന്നെ തനിച്ചനിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായല്ലോ എന്നൊക്കെ അറിയില്ലല്ലോ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ കിണറിൽ വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു. ആ സമയത്ത് നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് റിസ്വാൻ ഉറങ്ങിയില്ല. പിന്നെ ഒന്ന് കിണർ നോക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ മുകളിൽ നോക്കി തുള്ളിനകത്തൊക്കെ മറ്റേ മഞ്ഞത്തുള്ളി നിൽക്കുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.